శంకరి పాలయమ్మా नारायण जय जय गोविंद हरे ओम नारायण नारायण जय जय गोपाल हरे नारायण जय जय गोविंद हरे नारायण नारायण जय जय गोपाल हरे
ഹരിനാരായണ ജയ നാരായണ
രാമ രാമ ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ
कृष्ण कृष्ण हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 कृष्ण कृष्ण हरे हरे राम 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 हरे 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 राम राम हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 राम राम हरे 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 कृष्ण 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे हरे राम राम हरे 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 कृष्ण 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 हरे हरे कृष्ण 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 हरे 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 राम 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 हरे हरे राम राम हरे 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 कृष्ण 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 हरे हरे कृष्ण 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 हरे 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 राम 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 हरे हरे राम राम हरे 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 राम राम हरे 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 कृष्ण 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 हरे 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 राम राम 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 हरे 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 कृष्ण 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 हरे 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 राम राम हरे हरे മനസ്സിലാക്കും അല്ലേ? എപ്പോഴാണ് ഒരു അമ്മ ഉണ്ടാകുന്നത്? അമ്മയേ ഇല്ല ഈ ലോകത്ത്. എന്ന് കുഞ്ഞ് ജനിക്കുന്നു അന്ന് മാത്രമേ അമ്മ എന്നൊരു തലം ഇവിടെ വരുള്ളൂ. അപ്പോഴേ അതിനുശേഷമേ അച്ഛൻ എന്നൊരു തലം വരുള്ളൂ. അപ്പോൾ പ്രധാനം ഗുരുവിനല്ല, ശിഷ്യനാണ്. അപ്പം ആ ശിഷ്യൻ പറഞ്ഞ കേൾക്കേണ്ട ഉത്തരവാദിത്വം ഗുരുവിനുണ്ട്. അതുകൊണ്ട് ഞാൻ ചെയ്യും. കാരണം ഹരിഗോവിന്ദ് ദുബായിലാണ്, ഷാർജയിൽ ജോലിയാണ്, എറണാകുളം ജില്ലയിലെ കൂത്താട്ടുകുളത്താണ് മന്ത്രദീക്ഷ സ്വീകരിച്ചിട്ട് 2 വർഷമായി. അങ്ങനെ ഒരു ആഗ്രഹം പറയുമ്പോൾ എന്നെ സംബന്ധിക്കുന്നിടത്തോളം എൻ്റെ കാലിൽ കുഴിച്ചിട്ട് ഒന്നും കിട്ടാനില്ല. ഞാൻ എന്നും സോപ്പിട്ട് കഴിയിട്ട് എനിക്കൊന്നും കിട്ടാറുമില്ല. അത് വേറൊരാൾ ചെയ്യുമ്പോൾ, ഒരു പരമ്പരയ്ക്ക് അതിൻ്റെ സങ്കല്പം ചെയ്യുമ്പോൾ ഞാനതിലൊരു മീഡിയേറ്റർ ആവുക എന്നുള്ളത് ഒരു പരമഭാഗ്യമാണെന്ന് മാത്രം. കർമ്മങ്ങൾക്കൊക്കെ അതിൻ്റെതായ ചിട്ടകളുണ്ട്. പൂജയാണെങ്കിലും കലശമാണെങ്കിലും പ്രതിഷ്ഠയാണെങ്കിലും എല്ലാം അതിൻ്റെതായ ഒരു ക്രിയാപദ്ധതി എന്ന് പറയുന്ന സാധനമുണ്ട്. പക്ഷെ ക്രിയാപദ്ധതി അല്ല ലക്ഷ്യം. ശാസ്ത്രം വിരൽ ചൂണ്ടിടുന്നു ലക്ഷ്യധാമത്തിലേക്കായി നമുക്ക്. ആ വിരൽ തുമ്പല്ല ലക്ഷ്യം. ശാസ്ത്രം ഇങ്ങനെ പറയും. ഇപ്പോൾ കോഴിക്കോട്ടേക്ക് പോകുമ്പോൾ നമുക്ക് വഴി അറിയാതിരുന്നാൽ നമ്മുടെ ബോർഡ് നോക്കും, ഒരു ആരോ മാർക്ക് നോക്കും, കാലിക്കട്സ്. ഇത് കാണുമ്പോൾ നമ്മൾ ആ ബോർഡിലേക്ക് ഒരിക്കലും വണ്ടി കയറി ഇരിക്കാറൊന്നുമില്ല. ആ ആരോ മാർക്ക് നോക്കി പോവുക എന്നുള്ളതാണ്. അപ്പോൾ
ശാസ്ത്രം എന്ന് പറയുന്നത് വിരൽ ചൂണ്ടുന്ന ഒരു കാര്യം മാത്രമായതുപോലെ ഗുരുവിന്റെ ഉത്തരവാദിത്വം വിരൽ ചൂണ്ടുകയാണ്. അതാണ് ലക്ഷ്യം. ഇങ്ങനെ പോകണമെന്ന് പറഞ്ഞതല്ല. ആ ഗുരുവിലേക്ക് ഇടിച്ചു കയറലല്ല വേണ്ടത്. ആ ഗുരുവിനെ പരിഹസിക്കുക, ആ ഗുരുവിനെ എന്തൊക്കെയോ ഉയർത്തുക, പ്രോത്സാഹിപ്പിക്കുക, അല്ലെങ്കിൽ ഉയർത്തി പ്രശംസിക്കുക. ഇത് ചെയ്യുന്നത് ആ ശിഷ്യന്റെ സന്തോഷത്തിനാണെങ്കിൽ വിരോധമൊന്നുമില്ല. പക്ഷെ അതുകൊണ്ടൊന്നും ലക്ഷ്യത്തിലെത്തില്ല. എന്തിനാണ് ഗുരുവിന്റെ പാദം പൂജിക്കുന്നത്? ഗുരുവിന്റെ പാദം പൂജിക്കുന്നത് അവനവന്റെ മോക്ഷത്തിനാണ്, ഗുരുവിന്റെ സന്തോഷത്തിനല്ല. ഗുരുവിന്റെ സന്തോഷം ശിഷ്യൻ ആ ലക്ഷ്യത്തിലെത്താൻ ഈ പാദപൂജ അയാൾക്ക് ഇഷ്ടമാണെങ്കിൽ ചെയ്താൽ അത് എത്തുന്ന ഉറപ്പുണ്ടെങ്കിൽ പാദം മാത്രമല്ല. ഒരു ഗുരു എന്ന് പറയുന്നത് ശിഷ്യനെ സംബന്ധിക്കുന്നിടത്തോളം അവന് കിട്ടിയിട്ടുള്ള ശരീരം, അവൻ്റെ മനസ്സ്, അവൻ്റെ അർത്ഥം, അവൻ്റെ പ്രാണനൊക്കെ സമർപ്പിക്കുകയാണെങ്കിൽ ഗുരു എന്ന് പറഞ്ഞാൽ ചന്ദനത്തിരി പോലെയാണ്. ചന്ദനത്തിരിയുടെ ഗുണം എന്താണ്? നമ്മൾ ചന്ദനത്തിരി ഇഷ്ടം പോലെ കത്തിക്കാറുണ്ട്. പക്ഷെ ചന്ദനത്തിരി എന്ത് കർമ്മ ചെയ്യുന്നത്? സ്വയം സ്വയം കത്തി കത്തി എരിഞ്ഞ് 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 പോവുക ചെയ്യുക, വേറെ ഒന്നും ചെയ്യണില്ല. അതുകൊണ്ട് എന്താ ഉണ്ടാവുക? സുഗന്ധം ഉണ്ടാവുക. മറ്റുള്ളവർക്ക് നന്മ കിട്ടുവാൻ വേണ്ടി അവനവൻ ഉരുകി ഉരുകി തീരലാണ് ഗുരുവിൻ്റെ ധർമ്മം. എനിക്ക് ശ്രീവിദ്യാ മന്ത്രോപദേശം എൻ്റെ മഹാഗുരുവായിട്ടുള്ള മാതാ അമൃതാനന്ദമയി ദേവി പറയാറുണ്ട്, ഏറ്റവും ദുരിതം പിടിച്ചെന്ന് പറയാൻ പാടില്ല, കഷ്ടത എന്ന് വെച്ചാൽ അത്രയും കഷ്ടത നിറഞ്ഞ ഒരേ ഒരു ജന്മത്തിനേ ഉള്ളൂ. അത് ഗുരുവായി ജനിച്ചാലാണ്. കാരണം അവന് തിന്മ പാടില്ല, നന്മ പാടില്ല, ധർമ്മവും പാടില്ല, അധർമ്മവും പാടില്ല, ഒന്നിനോടും വ്യത്യാസം പാടില്ല. ഇങ്ങനെ പോകണമെങ്കിൽ എത്ര മാത്രം നമ്മുടെ ജീവിതത്തിൽ നമുക്കറിയാം, ഓരോരോ കാര്യങ്ങൾ വരുമ്പോൾ നമ്മുടെ മനസ്സ് പിടയ്ക്കുന്നത്. ഒന്നിനോടും വിരോധമില്ല, ഒന്നിനോടും അടുപ്പവും ഇല്ലാത്ത ഒരു തലത്തിൽ നിന്നാൽ മാത്രമേ ഗുരുവാവുള്ളൂ. അതിനുവേണ്ടി പിച്ച വയ്ക്കുന്ന ഒരാളാണ് ഞാൻ. എങ്കിലും ഗുരു സമ്പൂർണമായും നശിച്ചു പോയാലും ശിഷ്യന്റെ സമർപ്പണം മഹാഗുരുവിലെത്തിക്കും ആ ശിഷ്യന്. ഗുരുവിലല്ല കാര്യം, ഗുരുഭാവത്തിലാണ് കാര്യം. ഗുരു എന്ന് വെച്ചാൽ എല്ലാവർക്കും അർത്ഥം അറിയാം, ഇരുട്ടിനെ ഇല്ലാതാക്കുന്നത്. ഏത് ഇരുട്ടാണെന്നൊക്കെ പലതരത്തിലുള്ള ഇരുട്ടാണ്. എല്ലാവരും ഗുരുക്കന്മാരാണ്. അപ്പൊ ഞാൻ പറയുന്നത് ഇപ്പോൾ ഇതൊരു അദ്ദേഹം ശിഷ്യന്മാരെയൊക്കെ വിളിച്ചു വരുത്തി ഒരാളെ നേരത്തെ തന്നെ പൈസ കൊടുത്ത് എൻ്റെ കാലത്ത് കുളിച്ച ആൾക്കാരൊക്കെ കുറച്ചും കൂടെ ഒക്കെ എന്നോട് ഇതിന് അടി കിട്ടിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇന്നലെ തൊട്ട് രാത്രി 10 മണിക്ക് വന്ന് ഇതുവരെ എൻ്റെ പുറകെ നടക്കാണ്. എന്തിനാന്ന് പറയല്ലേ, ഞാൻ അയാളെവിടെ വരുമ്പോൾ വടക്ക് പോകും, ഞാൻ തെക്ക് പോകും. അവസാനം അജിയോട് പറഞ്ഞ് റെക്കമെൻഡ് ചെയ്ത് അജിയും കൂടെ കരഞ്ഞിട്ട് ഞാൻ സമ്മതിച്ചു എന്നല്ലാതെ ഇഷ്ടമല്ല എന്നല്ല. എന്നെ മൊത്തം കുളിപ്പിച്ച് അത്ര സന്തോഷം വൈകുന്നേരം കുളിക്കേണ്ടത് അതല്ല. പാദപൂജ ചെയ്യുമ്പോൾ ചിന്തിക്കേണ്ടത് എന്താണ് ഗുരുവിൻ്റെ പാദം. ഗുരുവിൻ്റെ ഇടത്തെ പാദം ശക്തിയാണ്, ഗുരുവിൻ്റെ വലത്തെ പാദം ശിവനാണ്. ശിവശക്തിയാത്മകം വിദ്ധി ജഗതേതച്ചരാചരം. ഈ പ്രപഞ്ചം മുഴുവനും ശിവശക്തിയാത്മകമായതുകൊണ്ട് ഇടത്തെ പാദം എന്ന് പറയുന്നത് പാർവതിയുടെയും അല്ലെങ്കിൽ രാധയുടെയും, വലത്തെ കാലെന്ന് പറയുന്നത് ശിവന്റെയും അല്ലെങ്കിൽ കൃഷ്ണന്റെയാണ്. രാധാകൃഷ്ണ ബന്ധമാണ് പ്രപഞ്ചത്തിന്റെ അന്തസത്ത. ആ രാധാകൃഷ്ണ ബന്ധമാണ് അകത്തിരുന്ന് പുഞ്ചിരിച്ചുകൊണ്ട് നമ്മളെല്ലാം വട്ടാക്കുന്നത്. എന്തിനാ ഞാൻ ഇങ്ങോട്ട് വന്നത്, എനിക്ക് ഇങ്ങോട്ട് വരാതിരിക്കാൻ വയ്യാന്ന് തോന്നണമെങ്കിൽ അത് ആ അതിനെ വേണ്ടിയിട്ട് കൂടെ നിൽക്കുന്നതുകൊണ്ട് ചെറിയ 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 അനുഗ്രഹ കല എന്നിലുണ്ട് എന്ന് വിചാരിച്ച് ഞാൻ മുന്നോട്ട് പോകുമ്പോൾ എന്നിൽ നിന്ന് ദീക്ഷ സ്വീകരിച്ചവര് ഉറപ്പായിട്ടും നെഞ്ചി തട്ടി പറയാണ്, ഞാൻ മന്ത്രദീക്ഷ കൊടുത്തവര് എന്നെക്കാളൊക്കെ എത്രയോ ഉയർന്ന തലങ്ങളിലാണ്. കാരണം അനുഭവങ്ങൾ ഓരോരുത്തർ വിളിച്ചു പറയുമ്പോൾ എനിക്ക് പോലും അനുഭവമില്ലാത്ത അനന്ത തലങ്ങളിൽ അനുഭവമുള്ളവരാണ് ഞാൻ ദീക്ഷ കൊടുത്തത്. അപ്പം ഞാനൊരു പോസ്റ്റ്മാൻ്റെ ജോലി ചെയ്യുന്നുള്ളൂ. എൻ്റെ പാദം പൂജിക്കാന്ന് വെച്ചാൽ എനിക്ക് ഒട്ടും 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 അധികാരമോ അതിനുള്ള യോഗ്യതയുമില്ല. പക്ഷേ അദ്ദേഹം ആ യോഗ്യത കണ്ടിട്ടുണ്ടെങ്കിൽ അവനവനാണല്ലോ ഓരോരുത്തരുടെ യോഗ്യത തീരുമാനിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ ശരീരം മുഴുവനും ഇപ്പോൾ ഹരിഗോവിന്ദൻ നിങ്ങൾക്ക് വേണ്ടി തരാൻ തയ്യാറായിട്ട് എല്ലാം ഉപേക്ഷിച്ചതിൽ എനിക്ക് എൻ്റെ പാദം കഴുകിക്കോട്ടേയും ചോദിച്ചാൽ പറ്റില്ല എന്ന് പറഞ്ഞാൽ അത് അഹങ്കാരമാവും. അതിൻ്റെ ദുരിതം ഞാൻ പിന്നെ അനുഭവിക്കും. ചെയ്തോളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആ ഉത്തരവാദിത്തം എനിക്കതിൽ എൻ്റെ അല്ല ഇത്. എൻ്റെ ഗുരുനാഥൻ അതായത് മാതാ അമൃതാനന്ദമയി ദേവി, അനേകം ഗുരുക്കന്മാരുണ്ട്. ഞാൻ ആദ്യമായിട്ട് കണ്ട് എൻ്റെ അമ്മ മരിച്ച വിഷയങ്ങളൊക്കെ എൻ്റെ 11 വയസ്സിൽ എൻ്റെ അമ്മ മരിച്ചപ്പോൾ അനാഥനായിട്ടുള്ളൊരു മനസ്സുകൊണ്ട് ഒരു 10, 16, 17 വയസ്സുള്ളപ്പോൾ അമ്മയുടെ ചെന്നപ്പോൾ അമ്മ എന്നോട് പറഞ്ഞ വാക്ക്, ഈശ്വരൻ്റെ ലോകത്തിൽ അനാഥരില്ല മക്കൾ.
അവസാനം ഒരു 5 വർഷത്തോളം അവിടെ നിന്ന് വേറെ ചില പ്രാരബ്ധം കൊണ്ട് തിരിച്ചു പോരേണ്ടതെന്നു. അന്നൊക്കെ ഞാൻ വിചാരിച്ചു എൻ്റെ കാര്യം പോക്കായി, എനിക്ക് ആധ്യാത്മികത പറ്റില്ല. ഇപ്പം മനസ്സിലാവുന്നു ഇത് ഇങ്ങനെ ഉണ്ടാക്കാനായിരിക്കും അവിടുന്ന് പറഞ്ഞു കിട്ടുന്നത്. ഇല്ലെങ്കിൽ ഞാനതൊന്നുമല്ല, ഞാൻ അവിടെ ഏതോ മഠത്തിലെ ആശ്രമത്തിലെ അധിപതിയായിട്ടിരിക്കുള്ളൂ. ആ അമ്മ പറഞ്ഞ് പോരാ നേരത്തിൻ്റെ ചെവിയിൽ പറഞ്ഞ അവസാനത്തെ മന്ത്രം, നീ എൻ്റെയാണ്. ഒരു ഗുരുവിനെ അത് പറയാൻ പറ്റും. നമ്മുടെ പ്രേമിക്കുമ്പോൾ പറയും നീ എൻ്റെയാണ്, നീ മാത്രമേ ഉള്ളൂ. അവസാനം കുറച്ച് കഴിയുമ്പോൾ വേറെ തലത്തിൽ പറഞ്ഞു ഗുരുവിന് ദൈവമൊക്കെ പറയാം, നീ എൻ്റെയാണ്, തീർന്നില്ല, നീ എൻ്റെ മാത്രമാണ്, മറ്റാരുടെയും അല്ല എന്നോട് പറഞ്ഞു. അത് കഴിഞ്ഞ് ഇനി ഒരു ഫുൾ സ്റ്റോപ്പ് ഇല്ല. അതിനുശേഷം അങ്ങനെയാണ്, നീ സുഖിക്കാം എന്ന് വിചാരിക്കണ്ട. ഗുരുവിൻ്റെ അനുഗ്രഹ വാക്കുകളാണ്. അപ്പൊ എന്നെ നമസ്കരിക്കുമ്പോൾ ഒരിക്കലും നന്നാവില്ല. അതുപോലെ നീ എന്താ ഈ അവസ്ഥ, നിനക്ക് അറിയാവുന്ന സ്ഥലത്തേക്കൊക്കെ വിളിച്ചിട്ടില്ല. ആ പലകെടുത്ത് തലക്കടിക്കില്ല. ഇതിന് സമാധി ഇരുത്തി എന്നെ കൊണ്ട് ഒരു ഭാഷ പൈസ ഉണ്ടായി. നിന്നെ ഞാൻ കാളവണ്ടി വലിപ്പിക്കും എന്ന് പറഞ്ഞത് ഓക്കെ കയ്യിൽ വേണ്ടിയിരിക്കും. അപ്പം ഞാൻ കാളവണ്ടി വലിച്ചോളാം, പോയി നോക്കാം, പടി നോക്കാൻ പറ്റില്ല, അങ്ങനെയൊക്കെ അമ്മയായിട്ടുള്ള ബന്ധം ഇതാണ്. പക്ഷെ ഇപ്പം എന്ന് ചെന്നാലും എല്ലാവരെയും മുത്തേ മുത്തേ കുട്ട കുട്ട അമ്മയുടെ മുത്തേ എന്നൊക്കെ ചെവിയിൽ വിളിക്കുമ്പോൾ എൻ്റെ ചെവിയിൽ പറയുന്നത് കാളവണ്ടി വിളിക്കൽ എങ്ങനെയുണ്ട് എന്നാണ് ഇന്നും ചോദിക്കാറ്. ഞാൻ പൂർവാധികം ഭംഗിയായി നടക്കുന്നു. കാരണം അനവധി കാളുകളും പശുക്കളും അപ്പം എൻ്റെ കൂടെ നയിക്കാൻ പറ്റാത്ത അവസ്ഥ. അപ്പം അതുകൊണ്ട് എൻ്റെ ഈ പാദപൂജ കൊണ്ട് ഹരിഗോവിന്ദനും നിങ്ങൾക്കും ഒപ്പം ഏതെങ്കിലും ഗുരു എന്ന് പറയുന്ന ഒരാളെ നയിക്കുവാൻ, വെളിച്ചം കൊടുക്കുവാൻ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അഭാവം, ഒരു കുറവ് എൻ്റെ ജന്മത്തിൽ ഞാൻ എൻ്റെ ഗുരുപരമ്പരയോട് ചെയ്യുകയോ പ്രായോഗികമാക്കുകയോ ചെയ്യണ്ടേ, അതെല്ലാം എൻ്റെ ഈ പാദപൂജ കഴുകിപ്പോട്ടെ. അതിനെന്തെങ്കിലും ഒരു, ഞാൻ ഈ പാദം പൂജിക്കുമ്പോൾ നിനക്ക് എന്താ അധികാരം ചോദിക്കാൻ ലോകത്ത് ഒരൊറ്റ ആളുള്ള എൻ്റെ മുകളിലുള്ള ഗുരുവിനുള്ളൂ. അപ്പം ആ ഗുരു ഇത് തെറ്റാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷ എനിക്ക് തരട്ടെ. കാരണം അത് ശിക്ഷയല്ല, ഒരു ശിഷ്യനെ നേർവഴിക്ക് നയിക്കാൻ. കാരണം ഗുരുവിൻ്റെ പാദം പൂജിക്കലാണ് ലോകത്തിലെ ഏറ്റവും വലിയ പൂജ എന്ന് പറയുന്നത്. സാക്ഷാൽ ശ്രീപാദശങ്കരി ഇരിക്കുന്നത് നമുക്കറിയാം ശ്രീ മേരുചക്രത്തിൻ്റെ മുകളിലാണ്. നവാവരണത്തിലെ ആദ്യത്തെ ആ ഭൂപുരവും അതുപോലെ തന്നെ 16 ദളവും 8 ദളവും അത് കഴിഞ്ഞ് 14 ത്രികോണവും 10 ത്രികോണവും 10 ത്രികോണവും 8 ത്രികോണം, ത്രികോണം കഴിഞ്ഞിട്ടൊരു ബിന്ദു ഉണ്ട്. അതാണ് മേരു എന്ന് പറയുന്നത്. നമ്മളകത്തിരിക്കുന്നത് ആ ബിന്ദുവിൻ്റെ നടുക്കാണ് ശ്രീപാദശങ്കരിയുടെ സ്ഥാനം. പക്ഷെ അവിടെ എത്തണമെങ്കിൽ വലിയ പാടാണ്. ആദ്യത്തെ ഒരു 8 ആവരണം ഒക്കെ എങ്ങനെയെങ്കിലുമൊക്കെ സോപ്പിട്ടും കൈക്കൂലി കൊടുത്തൊക്കെ മുന്നോട്ട് പോകാം. അവിടെയൊക്കെ ദേവതാംശങ്ങളാണ്. ദേവതമാരോടൊക്കെ അത് തരാം, അങ്ങനെ നിവേദ്യം, ഒരുപാട് നിവേദ്യങ്ങൾ പറയുന്നുണ്ട് നവാവരണത്തിൽ. അതൊക്കെ ചെയ്ത് അവസാനം ആ ത്രികോണത്തിൻ്റെ ഭാഗത്തെത്തും. അവിടെയാണ് വശിനി, കാമേശ്വരി, മോദിനി, വിമല, അരുണ, ജയിനി, സർവേശ്വരി, കൗളിനി എന്ന് പറയുന്ന ലളിതാ സഹസ്രനാമ സ്തോത്രത്തിലെ ഋഷിമാരായിട്ടുള്ള വശിന്യാദി വാഗ്ദേവതമാരിക്കും. അവരാണ് നിശ്ചയിക്കുന്നത് അമ്മ ഇന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എന്ത് ചെയ്യണം. അതിന് കംപ്ലീറ്റ് അതിൻ്റെ ഫയൽ അവരുടെ കഴിഞ്ഞാൽ. പക്ഷേ ആ വശിനിമാരുടെ അടുത്തേക്ക് പോയാലേ അമ്മയുടെ സ്വാതന്ത്ര്യമായിട്ട് കിട്ടും. ആ കിട്ടുന്നതിന് തൊട്ട് മുമ്പ് ആ ത്രികോണത്തിൻ്റെ തൊട്ട് പുറകിലായിട്ട് 18 പേരിരിക്കണം. അവരാണ് പ്രപഞ്ച ഗുരുക്കന്മാർ. ഇതൊക്കെ കടന്ന് ചെന്നാൽ ആ 18 പേരും സൈൻ ചെയ്യണം. ഓക്കെ എന്ന് പറഞ്ഞാലേ ശ്രീവിദ്യാ മന്ത്രം പോലും കിട്ടും. വിപ്രീഷമയി, ഷഷ്ഠീശമയി, ഉദ്ദേശമയി, ചര്യാനാഥമയി, ലോപാമുദ്രാമയി, അഗസ്ത്യമയി, കാലതാപനമയി, ധർമാചാര്യമയി, മുക്താകേശി, ഈശ്വരമയി, ദീപകലാനാഥമയി, അങ്ങനെ 18 പേര്. അവര് മയിയാണ്. മിത്രീശൻ എന്ന ഗുരുവിനോട് മയമായിരിക്കുന്നവർ. മിത്രീശൻ അവിടെയല്ല, ദേവി അവരിലേക്ക് മയാണ്. 18 ഗുരുക്കന്മാരിലും മയിയായിട്ടിരിക്കുന്ന ഭഗവതിയെ. അതുകൊണ്ടാണ് പള്ളിക്കാലമ പറയാറുണ്ട്, ദേവതയുടെ തലം വരെ കൊണ്ടുവന്നു. മഹാദേവനെ പൂജ കൈലാസം വരെ കൊണ്ടുവന്നു. അങ്ങോട്ടുള്ള പാസ്പോർട്ട് വിസയും കിട്ടും. വിഷ്ണുവിനെ വൈകുണ്ഠം വരെ പോകാൻ പറ്റും. അത് കഴിഞ്ഞ് കൊണ്ടുപോകുക, അത് കഴിഞ്ഞും കിടക്കുകയാണ്. കാരണം ഈ കൈലാസവും വൈകുണ്ഠമൊക്കെ ഈ പ്രപഞ്ചത്തിലാണ്. അത് കഴിഞ്ഞ് ഒരു തലമുണ്ടെന്നും ഇവിടെ പരബ്രഹ്മം എന്നൊക്കെ പറയുന്ന അതിൻ്റെയും ചിതാകാശത്തിൻ്റെ അപ്പുറം ഇരിക്കുന്ന എന്താ പറയണ്ടേ ഒരു തലം. അങ്ങോട്ട് കൊണ്ടുപോകാനുള്ള അധികാരം ഈ 18 പേർക്ക്.
ആ 18 പേരാണ് പ്രപഞ്ചത്തിലെ സദ്ഗുരുക്കന്മാരായിട്ട് ഗുരുക്കന്മാരായിട്ട് ഒറിജിനൽ, ഡ്യൂപ്ലിക്കേറ്റ് അല്ല. പണ്ട് കൃഷ്ണൻ ജനിച്ചപ്പോഴും ഡ്യൂപ്ലിക്കേറ്റ് കൃഷ്ണൻ ഉണ്ടായിരുന്നു അല്ലേ, പൗണ്ഡ്രക വാസുദേവ. അപ്പൊ അതുകൊണ്ട് ഗുരോരനുഗ്രഹൈണൈവ പുമാൻ പൂർണ്ണപ്രശാന്തയെ. എല്ലാം പറഞ്ഞിട്ടും അർജുനന് ഒരു കുന്തം മനസ്സിലായിരുന്നപ്പം അവസാനമാണ് കൃഷ്ണൻ വിശ്വരൂപം കാണിച്ചത്. ശിഷ്യസ്തേഹം ശാധിമാം പ്രപദ്യേ, ഞാൻ അവിടുത്തെ ശിഷ്യനാണ് എന്ന് പറഞ്ഞപ്പോഴാണ് വിശ്വരൂപം കാണിച്ചത്. ഇപ്പോ ശ്രീപാദശങ്കരി, അതി വേണ്ട പത്മനാഭസ്വാമി, മൂകാംബിക, അത് ഉണ്ടായതാണല്ലേ അല്ലേ? ഏതെങ്കിലും കാരണത്താൽ ഉണ്ടായതാണോ? ആരാണ് ഉണ്ടാക്കിയത്? അവിടെയാണ് ഗുരുവിൻ്റെ സ്ഥാനം, തന്ത്രിയുടെ സ്ഥാനം. അപ്പോൾ മനുഷ്യനാണ് വലുത്. ബ്രഹ്മാവിന് പോലും മുക്തി കിട്ടണമെങ്കിൽ ഈ ഭൂമിയിൽ ഈ പറയുന്ന സപ്തദ്വീപത്തിൽ ഭാരതഖണ്ഡത്തിൽ വന്ന് മനുഷ്യനായി പിറന്നാലേ പറ്റും. നമ്മളൊക്കെ ബ്രഹ്മാവിൻ്റെ അടുത്തേക്ക് പോകാനാണ് ശ്രമിക്കുന്നത്. ഒരു മനുഷ്യൻ ശരിക്കും സങ്കല്പിച്ചാൽ എല്ലാ ദേവന്മാരും പെട്ടുപോകും. പാർവതിക്കും ലക്ഷ്മിക്കും സരസ്വതിക്കും അഹങ്കാരം ഉണ്ടാവാനായിട്ട് ഒരു ദിവസം നാരദൻ അവിടെ ചെന്നിട്ട് പറഞ്ഞു, ഓ അമ്മമാരൊക്കെ നമസ്കാരം, ലോകത്തിലെ ഏറ്റവും വലിയ പതിവ്രത ആരാണ്? കാരണം മഹാലക്ഷ്മിക്ക് വിഷ്ണു അല്ലാതെ വേറൊരു ചിന്തയില്ല, പാർവതിക്കാണെങ്കിൽ ശിവൻ എന്നല്ലാതെ വേറെ ചിന്ത ഇല്ലല്ലോ. ആ ഭാഗം തന്നെ പറയാം, ശിവ എന്നാ പറയാം. സരസ്വതി അങ്ങനെ തന്നെ. അപ്പൊ നാരദ പറയാണ്, അത് ചുമ്മാ കേട്ടോ, നിങ്ങൾക്ക് തെറ്റിപ്പോയതാ, നിങ്ങളെ കൊണ്ട് സെർച്ച് ചെയ്താൽ മനസ്സിലാവും. നിങ്ങളെക്കാളും അതിഗംഭീര പാതിവൃത്യമുള്ള ഒരാൾ ഭൂമിയിലുണ്ട് തുടങ്ങി അസൂയ ഏഷണി ആക്ക നമുക്കല്ല. അതാണ് ഒരു 3 പേരും മീറ്റിംഗ് കൂടി എന്തു ചെയ്യും, എങ്ങനെ അത് ചെയ്യും, പ്രൂവ്. നമ്മളാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ പതിവ്രത രത്നങ്ങൾ എങ്ങനെ പ്രൂവ് ചെയ്യും? അപ്പൊ ആരാണെന്ന് ചോദിച്ചു. അത് ഒരു സാധാരണ സ്ത്രീയാണ്. അത്രി മഹർഷിയുടെ ഒരു മഹർഷിയുണ്ട് ഭൂമിയിൽ. അത്രി മഹർഷിയുടെ ഭാര്യ അനസൂയ. അനസൂയ, നമ്മളെവിടെ കിടക്കണു? ഞാൻ ശിവന്റെ പത്നിയാണ്, ശിവനാണ് എൻ്റെ ഭർത്താവ്, ശിവനേ എനിക്കുള്ളൂ. അവസാനം എന്താ പിന്നെ അടുത്ത പരിപാടി നിന്റെ ഭാര്യ വരെ എന്താ ചെയ്യാ? ചേട്ടാ ഇനി തോണ്ടലാവില്ല. നമ്മളെ ചിരിക്കണ്ട, ചെയ്തവര് പെട്ടെന്ന് ചിരിക്കും. അപ്പൊ എല്ലാവരും അവരും കൂടി എന്തിനാ അവര് ഇങ്ങനെ വിഷയം? നിങ്ങളെന്തേ പറഞ്ഞു? നിങ്ങളല്ലേ എല്ലാത്തിന്റെ അമ്മമാർ, ഇത്രയും മൂർത്തികളുടെ ഭാര്യമാർ നിങ്ങളെ അല്ല. നാരദ നിങ്ങൾ പറഞ്ഞപ്പോൾ അത് നാരദ മേഷ് അതെന്തോ നമുക്ക് അറിഞ്ഞേ പറ്റും. എന്തു ചെയ്യും? ഞങ്ങൾക്ക് വേണ്ടി നിങ്ങളൊരു ഫേവർ ചെയ്യണം. നിങ്ങളുടെ കാര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യാൻ? പരീക്ഷിക്കണം. അനസൂയ പരീക്ഷിക്കണം. എങ്ങനെ പരീക്ഷിക്കും? നിങ്ങൾ അവിടെ പോയി ഭിക്ഷ ചോദിക്കണം. അത് കുഴപ്പമൊന്നുമില്ല. ഒരു സന്യാസിയുടെ വേഷം, ഇത് ഭിക്ഷ അമ്മേഹി അമ്മ എന്ന് പറഞ്ഞാൽ ഒരു വർഷം അങ്ങനെ പോരാ. നിങ്ങൾക്കൊരു വ്രതമുണ്ട് നിങ്ങൾ പറയണം. അപ്പൊ അവരപ്പോഴാണ് നമ്മളൊക്കെ പലപ്പോഴും പറയാറുണ്ട് പെട്ടു എന്ന് പറയാറില്ല. ചില സന്ദർഭങ്ങളിലൊക്കെ ഭർത്താക്കന്മാർ ചിലപ്പോൾ പറയാറുണ്ട്, ഞാൻ ചിലപ്പോഴൊക്കെ പറയാറുണ്ട്. അങ്ങനെ എന്താണ് അതിൻ്റെ ഒരു എങ്ങനെയുള്ള ഭിക്ഷുവാണ്, എന്താണ് വ്രതം എന്ന് പറഞ്ഞ് നമ്മൾ സമയം ഞങ്ങൾ ഭിക്ഷ മേടിച്ചാണ് കഴിക്കുക. ഭിക്ഷ തരുന്നത് അവിടുത്തെ അമ്മയാവണം. പക്ഷെ അമ്മ നൂൽ ബന്ധമില്ലാതെ, ഒരു വസ്ത്രം പോലും, ഒരു നൂലിൻ്റെ അംശം പോലും ഇല്ലാതെ വേണം ഞങ്ങൾക്ക് ഭിക്ഷ തരാൻ. പാതിവൃത്യം പോയേ, അതോടെ പാതിവൃത്യം പോകും. വേറൊരു പുരുഷന് മുമ്പിൽ ശരീരം കാണിച്ച പാതിവൃത്യം ഇല്ലാണ്ട് അതിനുള്ള സൂത്രമാണ്. ഇത് ചെയ്തത് നമ്മളല്ല, മനുഷ്യൻ ചെയ്തതിന്. ഇത് മഹാലക്ഷ്മിയും പാർവതിയും അവർക്ക് പേടിയാണ്. പക്ഷെ അവർക്ക് അവരുടെ ഭർത്താക്കന്മാരെ കൊണ്ട് പറഞ്ഞ് ചെയ്യിപ്പിച്ച് എല്ലാവരും ഇങ്ങനെ ഇരിപ്പായി. ബ്രഹ്മാവും വിഷ്ണു ശരി എന്ത് ചെയ്യും? ലോകത്തിൽ എന്ത് വേണമെങ്കിലും നടത്താൻ, എങ്ങനെ വേണമെങ്കിലും കാലത്തെ മാറ്റാൻ, പ്രപഞ്ചത്തെ മുഴുവൻ തകിടം മറിക്കാൻ കഴിയുന്ന ത്രിമൂർത്തികൾ പെട്ടു. കാരണം എന്ത് ചെയ്താലും ഭാര്യ നഷ്ടപ്പെടും, പറ്റില്ല എന്ന് പറയും. അത്രി മഹർഷിയെ കുറിച്ചും അനസൂയയെ കുറിച്ചൊക്കെ വ്യക്തമായിട്ട് അറിയുന്ന ത്രിമൂർത്തികളാണ്. അതേ പറ്റുള്ളൂ. അത് നിങ്ങൾ ചെയ്തു തന്നെ പറ്റും, നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അവസാനം ഗതി കെട്ട് 3 പേരും ഋഷിമാരുടെ സന്യാസിമാരുടെ വേഷം കെട്ടി
അത്രി മഹർഷി അവിടെ ഇല്ലാത്ത സമയം നോക്കി. അതൊക്കെയാണ് അതിൻ്റെ ഓരോരോ ഇതുണ്ട്, ഓരോ പോയിന്റ്. അത്രി മഹർഷി ഉണ്ടാവരുത് ഇങ്ങനെയൊക്കെ പറയണം. അപ്പം അവർ പാതിപത്യം പോകല്ലേ. അവരങ്ങനെ ഞാൻ അങ്ങനെ പതിവില്ല, നിങ്ങൾക്ക് എനിക്ക് ഭിക്ഷ തരാൻ പറ്റില്ല. ഭിക്ഷ തരാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ സന്യാസ ധർമ്മം പോയി, എവിടെയെങ്കിലും ഇട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഇവർ 3 പേര് അവിടെ ചെന്ന് ഭിക്ഷാം ദേഹി എന്ന് പറഞ്ഞു. വേഗം അനുസരിച്ച് വന്നിട്ട് വന്നാലും അമ്മയെ സന്തോഷമാണ്, ഞങ്ങൾക്കറിയാം അത്രി മഹർഷിയുടെ ആശ്രമമാണ്, ഞങ്ങൾക്ക് ഭിക്ഷ ഇല്ലാതെ പറ്റില്ല, പക്ഷെ ഭിക്ഷ തരുമ്പോൾ നമ്മളൊരു പ്രതിജ്ഞ എടുത്തിട്ടുണ്ട്, അതും കൂടെ പാലിച്ചു തരാമോ? ഇന്നെന്താ സത്യമായിട്ട് തരാമോ എന്ന് ചോദിച്ചു. നിങ്ങളുടെ ആഗ്രഹം എന്താണ്? അങ്ങനെ ഞാൻ ഭിക്ഷ തരാം. സത്യം ജയിച്ചാൽ പിന്നെ മാറില്ല. നമ്മളൊക്കെയാണ് സത്യം ഒരു നിമിഷം കൂടെ തോന്നുന്നത്, മറ്റുള്ളവർ മാറ്റില്ല. പിറന്ന പടി കൊച്ചുകുട്ടിയാണ് കുഴപ്പമില്ല, അത് ആ സ്ത്രീ ബന്ധമില്ലാതെ വിവസ്ത്രയായിട്ട് വന്ന് ഞങ്ങൾക്ക് ഭിക്ഷാപാത്രത്തിൽ ഭിക്ഷ തരണം. ഒരു നിമിഷം ഏതൊരു ഭാര്യയാണ്, ഏത് പതിവ്രത ഒന്ന് പകച്ചു പോകും അല്ലേ? പക്ഷെ സത്യം ചെയ്തു പോയതാണ്. മനുഷ്യനോട് ദേവന്മാർ കളിക്കുന്ന കളിയാണ്. ആയിക്കോട്ടെ, ഇവര് പേടിച്ചു പോയി. കാരണം അങ്ങനെയല്ല ബുദ്ധി, അങ്ങനെയൊന്നുമല്ല ഞാൻ പറഞ്ഞത് പറയേണ്ടത്. ഇനി എന്താ സംഭവിക്കുക എന്നറിയാൻ വയ്യാതെ ത്രിമൂർത്തികൾ പെട്ടു. കാരണം അങ്ങനെയായിട്ട് വന്നാൽ ഇവരുടെ പോയില്ലേ. ആ അമ്മ അതുപോലെ വിവസ്ത്രയായിട്ട് വന്നാൽ സ്വന്തം ഭാര്യ അല്ലാതെ മറ്റൊരു സ്ത്രീയുടെ പൂർണ്ണ നഗ്നശരീരം കണ്ടു എന്നുള്ള അവസ്ഥയായി പോലെ അത് ഇവർക്ക് കുഴപ്പമാണ്. അതുപോലെ എന്ത് സംഭവിക്കുന്നു അറിയില്ല. ത്രികാല ജ്ഞാനികളാണ്, അവർക്ക് വെറും ബ്ലോക്കായി ബ്രെയിൻ. എന്നിട്ട് പറഞ്ഞു ഇവിടെ ഇരിക്കൂ, ഭിക്ഷ തരാനാണ്. അവർ അത്രി മഹർഷിയുടെ കമണ്ടൽ കൊണ്ടുവന്നിട്ട് കമണ്ടലിൽ നിന്ന് വെള്ളം എടുത്തിട്ട് 3 പേരേക്ക് തളിച്ചു. 1 വയസ്സുള്ള കുട്ടികളായിട്ടുണ്ട്, എല്ലാം കിടന്ന് കളയുന്ന കൊച്ചു കുട്ടികളാണ്. അവിടെ അമ്മയ്ക്ക് എന്ത് വിവസ്ത്രയായ വിഷമം. 3 കൊച്ചു കുഞ്ഞുങ്ങള്, ബ്രഹ്മാ വിഷ്ണു അങ്ങോട്ട് നോക്കാതെ. അവർക്ക് ബോധമൊക്കെ ഉണ്ട്, പക്ഷേ രൂപം പോയി. ജടയില്ല, കൗസ്തുഭമില്ല, വനമാലയില്ല, കമണ്ടലില്ല, വേദപുസ്തകമൊന്നുമില്ല. ഒന്നും പിറന്ന പടി 3 എണ്ണം. മനുഷ്യൻ ത്രിമൂർത്തികൾക്ക് എതിരായിട്ടല്ല, ആരും ഇല്ല. അവരെ എടുത്ത് പാളയൊക്കെടുത്തി ഗംഭീരമായിട്ട് കുളിപ്പിച്ച് മുലയൂട്ടി പുതിയ വസ്ത്രമൊക്കെ ഇടിച്ച് പൊട്ടൊക്കെ തൊടിയിച്ച് ഭക്ഷണമൊക്കെ കൊടുത്ത് പാലും പഴവും വേറെ കൊടുക്കണ്ടല്ലോ. 3 തൊട്ടിലൊക്കെ കെട്ടിയിട്ട് ആട്ടി അവിടെ ഇട്ടു. അതോടെ എന്തായി? പാർവതിക്കും ലക്ഷ്മിക്കും സരസ്വതിക്കും ഭർത്താക്കന്മാരില്ലാണ്ടായി. ഇതെവിടെ പോയി എന്ന് അന്വേഷിച്ച് ആകപ്പാട്. അപ്പോഴാണ് ആ വീട്ടിൽ പോയിട്ടുണ്ട്, തിരിച്ചു വന്നിട്ടില്ല. ഇവര് 3 പേരും കൂടെ ചെല്ലാണ് ഭർത്താവിനെയൊക്കെ അന്വേഷിച്ചു. അപ്പൊ അവിടെ ചെന്നു, അമ്മമാരോ മഹാലക്ഷ്മി സരസ്വതിയും തോന്നി. എന്താ ആശ്രമത്തിൽ ഞങ്ങളുടെ ഭർത്താക്കന്മാർ തരും? നിങ്ങളുടെ ഭർത്താക്കന്മാരോ? കൈലാസത്തിലെ മഹാദേവൻ വിഷ്ണു ഇവിടെയോ? എവിടെ? അവസാനം ഗതി കേട്ടിട്ട് അവർക്ക് ക്ഷമിക്കണം, അബദ്ധം പറ്റിപ്പോയാൽ നമ്മൾ സമ്മതിക്കും. ഇവര് തളിച്ചാലൊന്നും ആ കുട്ടി ശിവനൊന്നും ആവില്ല. അത് അത്രയും അവരുടെ അനസൂയ തന്നെ തളിക്കണം. കേണപേക്ഷിച്ചു ത്രിമൂർത്തികളുടെ പത്നിമാര്, നമ്മുടെ പാതിവൃത്യം കളയരുത്, അവരുടെ പാതിവൃത്യം പോവും. ഭർത്താക്കന്മാരില്ലാണ്ടായി. ഒരു ഉപാസകന്റെ ധർമ്മപത്നിയുടെ ചാരിത്രത്തെ പരിശോധിക്കാൻ പോയ ത്രിമൂർത്തികളുടെ ഭാര്യമാർക്ക് ഭർത്താവില്ലാണ്. അപ്പൊ എന്താ പറഞ്ഞതറിയോ? അത് തൊട്ടിൽ കിടപ്പുണ്ട്, എടുത്തുകൊണ്ട് പോകണം. എല്ലാം ഒരുപോലെ ഇരിക്കണം. പാർവതി തന്നെ പതക്ക വിഷ്ണു, ഞാൻ വിഷ്ണുവാണ്. പാതിവൃത്യം അപ്പം പോവും. വേറൊരു ഭർത്താവിനെ തൊട്ട പാതിവൃത്യം പോവില്ലേ? ഇത് ഓരോ മഹാലക്ഷ്മി വരുമ്പോ ശിവനൊക്കെ അയ്യോ ഞാൻ തോട്ടല്ലേ എന്ന് പറയാൻ പറ്റും. കൊച്ചല്ലേ എന്ത് ചെയ്യും? ആകെ അവർക്ക് കണ്ടുപിടിക്കാൻ വയ്യാതെ സാഷ്ടാംഗം നമസ്കരിച്ച് തോറ്റു എന്ന് പറഞ്ഞപ്പോ തളിച്ചു. രക്ഷപ്പെട്ടു. 3 രൂപം കണ്ട പിന്നെ അറിയാലോ. എന്നിട്ട് പറഞ്ഞതാണ് പാതിവൃത്യത്തെ പരീക്ഷിച്ചതാണ്. അപ്പോഴേ അത്രിമഹർഷി വന്നു, എന്താണ് വരം വേണ്ടത്? ഞാനിവരെ മുലയൂട്ടിയതാണ്. ത്രിമൂർത്തികളും എനിക്ക് മകനായി ജനിക്കണം ഒരുമിച്ച്. തഥാസ്തു. അതാണ് ദത്താത്രേയ മഹർഷി. ആ ശിവനെയും വിഷ്ണുവിനെയും ബ്രഹ്മാവിനെ അതിജീവിച്ചുകൊണ്ടാണ് അത്രി എന്ന് പേര് പറയാൻ തന്നെ കാരണം എന്ന് പറയുന്നത്. ദത്താത്രേയ മുനി എന്ന് വെച്ചാൽ ശ്രീവിദ്യ ഉപാസനയുടെ തലതൊട്ടപ്പനാണെന്ന് പറയാം. അത്രയ്ക്കും മനുഷ്യന്റെ ജന്മത്തിന് ദേവതാംശത്തിൻ്റെയും പ്രപഞ്ച കോടിയുടെയും അപ്പുറം പോകാനുള്ള സമ്പൂർണ്ണ ശക്തിയുള്ള നമ്മൾ
നിസാര കാര്യത്തിന് കരയുകയും നിസാര കാര്യത്തിന് ചിരിക്കുകയും ഒരുപാട് കാര്യങ്ങൾ തിരക്കുണ്ടെന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയും നല്ല നിധി ഇരുന്നാലും അപ്പുറത്ത് പോയിട്ട് വേറെ കുപ്പിച്ചിൽ അന്വേഷിച്ച് പോകുന്ന അവസ്ഥയിലേക്ക് പോകാതിരിക്കാൻ ഏതോ കാലഘട്ടത്തിൽ നമ്മുടെ ഏതോ ജന്മത്തിൽ ചെയ്ത പുണ്യം കൊണ്ട് ഏതോ ഒരു ഗുരുവിനെ കാണുവാനും ഇടയാവും. പക്ഷെ കണ്ടാലും കുറച്ച് കഴിയുമ്പോൾ ആ ഗുരുവിനെ കുറ്റം പറയുന്ന രീതിയിൽ, ഗുരുവിനെ അസഭ്യം പറയുന്ന രീതിയിൽ, ഗുരുവിനെ നിശ്ചിതമായി വിമർശിക്കുന്ന രീതിയിലേക്ക് പോയിട്ട് വീണ്ടും പാപങ്ങളിലേക്ക് പോകും. എത്ര മോശമായ ഗുരുവാണെങ്കിലും ശിഷ്യന് സമർപ്പണം ഉണ്ടെങ്കിൽ ആ ഗുരു പരിപൂർണമായിട്ട് നശിച്ചു പോയാൽ ആ ശിഷ്യൻ ഉത്തമ ഗുരുവായിട്ട് വളരുന്ന ഈ പ്രപഞ്ചത്തിലുണ്ടായ ഈ പ്രപഞ്ചത്തിന്റെ എല്ലാ ശാസ്ത്രവും നമുക്ക് വെളിവാക്കി തന്ന എല്ലാം ഓരോ ഗുരുക്കന്മാരുടെ ഉള്ളിൽ ഉരുത്തിരിഞ്ഞതാണ്. അങ്ങനെ എന്തോ ഒരു പുണ്യം കൊണ്ട് എൻ്റെ ഉള്ളിൽ ഉരുത്തിരിഞ്ഞ ഒരു മഹാസങ്കല്പമാണ് ശ്രീപാദശങ്കരിയും ശ്രീപാദ ഗോവിന്ദമൂർത്തിയും. അവര് വേർപിരിയാനാവാതെ അകപ്പെട്ടിരിക്കുകയാണ്. ആ അമ്മയുടെ ആ കണ്ണന്റെ പരിപൂർണമായ ഒന്നിച്ചുള്ളൊരു ഭാവത്തെ സാക്ഷാൽ ഗോപാലസുന്ദരി പോലെയുള്ള, ഗോപാലനും സുന്ദരനും ഏതാണെന്ന് പറയാൻ പറ്റാത്ത രീതിയിൽ, ശിവനാണ് ശക്തി ഏതെന്ന് പറയാൻ പറ്റാത്ത രീതിയിൽ ഉപാസിച്ച ഒരു മഹാഗുരുവാണ്, ശ്രീവിദ്യ ഉപാസകരാണ് വില്ലുമംഗല സ്വാമിയാർ. ആ ശ്രീകൃഷ്ണ അതാവതൊക്കെ പഠിക്കുമ്പോൾ മനസ്സിലാവും. അപ്പൊ അങ്ങനെയുള്ള ആ വില്ലുമംഗല സ്വാമിയാർക്ക് എത്രയാണ് നമ്മുടെ സ്ഥാനം കൊടുക്കേണ്ടതെന്ന് അറിയില്ല. ആ സ്വാമിയാരുടെ പരമ്പരയിൽ ഇവിടെ ഈ ഭൂമിയിലെ സമാധിയായി എന്ന് പറഞ്ഞ ആ അദ്ദേഹവും ആ പരമ്പര തന്നെ ആവണം. അങ്ങനെയുള്ള അവിടുന്ന് തന്നെ എൻ്റെ ഇല്ലത്തെ മുത്തശ്ശന് ശ്രീവിദ്യാ ദീക്ഷ കൊടുത്ത ഉറവങ്കര എന്ന് പറഞ്ഞ ഇല്ലത്തെ ആ മഹാത്മാവിൻ്റെ പിന്തലമുറക്കാരനായ അച്യുതൻ നമ്പൂതിരിപ്പാട്, ആ അച്യുതൻ നമ്പൂതിരിപ്പാടാണ് അച്യുത ഭാരതിയായി സന്യാസം സ്വീകരിച്ച് അതേ പരമ്പരയിൽ ദീക്ഷ കൊടുത്ത് എനിക്ക് ശ്രീവിദ്യ തന്ന്, എനിക്ക് വാനപ്രസ്ഥം തന്ന് ഇങ്ങനെയാക്കിയ ഞാനിവിടെ ഇരിക്കുമ്പോൾ എനിക്ക് അഹങ്കാരത്തോടുകൂടി പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം എന്നെക്കൊണ്ട് നല്ലതായാലും ചീത്തയായാലും എനിക്ക് വിഷമം വരുന്നതായാലും എനിക്ക് സന്തോഷം വരുന്ന ചെയ്യിക്കുന്നത് മുഴുവനും അവിടുത്തെ കയ്യിലെ കൃപയാണ്, ആ കയ്യിലെ ആ പരമ്പരയിലെ ചട്ടകമാണ് എന്നുള്ളത് കൊണ്ട് ഹരിഗോവിന്ദന് ഞാൻ ഇത് അനുവദിക്കും.